നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകൾ മടങ്ങിയെത്തിയപ്പോൾ ചെമ്മീൻ ചാകര. പക്ഷേ ചെമ്മീനിന് വില തീരെ കുറവായതോടെ കടൽ തീരത്ത് നിരാശ പടർന്നു. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് US വിലക്ക് ഏർപ്പെടുത്തിയതും പീലിംഗ് ഷെഡുകളിൽ സ്ത്രീ തൊഴിലാളികൾ ഇല്ലാത്തതുമാണ് കയറ്റുമതിക്കാർ ചെമ്മീൻ എടുക്കാത്തതിന് കാരണമായി ബോട്ടുടമകൾ പറയുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്ന് ബുധനാഴ്ച അർദ്ധരാത്രിയാണ് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോയത്. ഇവയിൽ നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് പോയ ബോട്ടുകളാണ് ഇന്നലെ തന്നെ മടങ്ങിയെത്തിയവയിൽ കൂടുതലും. മറ്റ് ഹാർബറുകളിൽ നിന്നും പോയവയിൽ ഭൂരിഭാഗവും ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി മാത്രമേ എത്തുകയുള്ളൂ. സംസ്ഥാനത്താകെ 6000-ഓളം ബോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും 3800-ൽ താഴെ മാത്രമേ കടലിൽ പോകുന്നുള്ളൂ. കൊല്ലത്തെ ഹാർബറുകളിൽ ഇന്നലെ മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ ബോട്ടുകളിൽ കൂടുതൽ ചെറിയ കരിക്കാടി ചെമ്മീനായിരുന്നു. കുറഞ്ഞ അളവിൽ കഴന്തൽ ചെമ്മീനും കിളിമീനും കിട്ടിയ ബോട്ടുകളുമുണ്ട്. ഇന്നലെ രാവിലെ 7:30-ഓടെ ബോട്ടുകൾ മടങ്ങിയെത്തി തുടങ്ങി. ഒരു കുട്ട കരിക്കാടി ചെമ്മീൻ 2200 രൂപയ്ക്ക് ലേലം നടന്നെങ്കിലും പിന്നെ കിലോഗ്രാമിന് 25 മുതൽ 50 രൂപ വരെയായി കുറഞ്ഞു. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ US-ൽ 2019-ൽ തുടങ്ങിയ നിരോധനമാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിനിടെ ട്രോൾ വലകളിൽ കടലാമകൾ കുടുങ്ങുന്നുവെന്നും അവയെ സംരക്ഷിക്കാൻ വലകളിൽ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് US നിരോധനം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് US-മായി ചർച്ച നടത്തി പരിഹാരമാർഗം തേടണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്.